ഇതുവരെയും പഠിച്ചു തുടങ്ങാത്ത വിദ്യാർത്ഥികളോടാണ്. നിങ്ങൾ ഇനി ആരെ കാത്തിക്കുക? വേണമെങ്കിൽ പഠിച്ചു തുടങ്ങിക്കോളി. വെറുതെ കുറേ ടോപ്പായിക്കാണ്ട് പഠിക്കാതെ നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഉള്ളത് പറയാലോ. ലാസ്റ്റ് പിന്നെ മാർക്ക് കുറഞ്ഞിട്ട് കണ വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഓണപരീക്ഷ ഓഗസ്റ്റ് 20-നാണ്. ഇപ്പോൾ ഓൾറെഡി ജൂലൈ 20 കഴിഞ്ഞു. ഇനി കുറേ ദിവസം ഉണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. ഇനി ആകെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു മാസം പോലും ഇനി തികച്ചില്ല. നിങ്ങൾ എണ്ണി നോക്കിക്കോളി, ഒരു മാസം തികച്ചുണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക? പഠിച്ചു തുടങ്ങുക. ഇനി ആരും കാത്തു നിൽക്കണ്ട. കാരണം ഓണപരീക്ഷയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ 3 ബെനിഫിറ്റാണ്. അതിൽ ഒന്നാമത്തെ ബെനിഫിറ്റ്, നിങ്ങൾ ഓണപരീക്ഷയ്ക്ക് പഠിച്ച് നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതായത് ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണ്, എനിക്കൊന്നും കൂടി പഠിക്കാൻ പറ്റും. ആ ഒരു സെൽഫ് എസ്റ്റീം വരും. അപ്പോൾ അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നീട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അതാണ് ഒരു ബെനിഫിറ്റ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഓണപരീക്ഷയ്ക്കുള്ള പോർഷൻസ് ക്രിസ്മസിനുണ്ടാവും, ക്രിസ്മസിനുള്ള പോർഷൻസ് കൊല്ലപരീക്ഷയ്ക്ക് ഉണ്ടാവും. എന്ന് വെച്ചാൽ ഓണപരീക്ഷയ്ക്കുള്ള എല്ലാ പോർഷൻസ് എവിടെ ഉണ്ടാവും? ക്രിസ്മസിനും ചോദിക്കും, കൊല്ലപരീക്ഷയ്ക്കും ഒക്കെ ചോദിക്കും. അത് 8ാം ക്ലാസ്സിലാണെങ്കിലും 9ാം ക്ലാസ്സിലാണെങ്കിലും 10ാം ക്ലാസ്സിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം നിങ്ങൾ ഓണപരീക്ഷൻ്റെ ടോപ്പിക്കുകൾ അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ക്രിസ്മസിനും ലാഭമാണ്, കൊല്ലപരീക്ഷയ്ക്കും ലാഭമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങളെ പണി കുറയും. മറ്റേതെങ്ങനെ പ്രശ്നം എന്ന് വെച്ചാൽ, മറ്റേത് നിങ്ങൾ ഇപ്പോൾ തീരെ പഠിച്ചിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ക്രിസ്മസ് എക്സാമിന് എന്ത് ചെയ്യും? നിങ്ങൾ ഇരട്ടി പണിയെടുക്കേണ്ടി വരും. കൊല്ലപരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അതിലേറെ പണിയെടുക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അപ്പോൾ ഓണപരീക്ഷയ്ക്കുള്ളത് എന്ത് ചെയ്യുക? അപ്പോൾ കറക്റ്റ് കൃത്യമായിട്ട് പഠിക്കുക. എന്നിട്ട് ക്രിസ്മസിനുള്ളത് അതേ സമയത്തും പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് പണി എന്ത് ചെയ്യും? കുറഞ്ഞു കിട്ടും. ഇതാണ് രണ്ടാമത്തെ ബെനിഫിറ്റ്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഓണം എക്സാമിന് നിങ്ങൾ സൂപ്പറായിട്ട് പഠിച്ചു, നിങ്ങൾക്ക് നല്ല മാർക്കൊക്കെ ഉണ്ട്, എന്നിട്ട് പേരൻസ് മീറ്റിംഗ് ഒക്കെ നടന്നു. അപ്പോൾ നിങ്ങളുടെ പേരൻസിനൊക്കെ ഭയങ്കര സന്തോഷമായി, ക്ലാസ്സിലെ ടീച്ചറിനൊക്കെ ഭയങ്കര സന്തോഷമായി, നിങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. എന്നിട്ട് പിന്നെ ക്രിസ്മസ് എക്സാം വരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് മാർക്ക് കുറയാൻ പറ്റൂല. കാരണം എന്താ? നിങ്ങൾ ക്ലാസ്സിൽ നല്ലൊരു കുട്ടി, നല്ല പെർഫോം ചെയ്യുന്ന ഒരു കുട്ടി, അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട്, ഇപ്പോൾ അവൻ നന്നായിട്ടുണ്ട്, സൂപ്പറായിട്ട് പഠിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പേര് നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ആ പേര് എന്ത് ചെയ്യാൻ പാടില്ല? അത് പോകാൻ പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ വരും. അതായത് എനിക്ക് ഒന്നും കൂടി പഠിക്കണം, അല്ലെങ്കിൽ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഓൾറെഡി എന്താ എനിക്ക് നല്ല മാർക്ക് ഉണ്ട്, അപ്പോൾ ഇനി മാർക്ക് കുറഞ്ഞാൽ പ്രശ്നമാണ്. മാർക്ക് കൂടിയാൽ എന്തായാലും പ്രശ്നം ഉണ്ടാവില്ലല്ലോ, കുറഞ്ഞാലേ പ്രശ്നം വരുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഉള്ളിൽ നിന്നൊരു മോട്ടിവേഷൻ വരും. അപ്പോൾ എങ്ങനെ നോക്കിയാലും മൊത്തത്തിൽ എന്താണ്? ലാഭമാണ്. അപ്പോൾ സൂപ്പറായിട്ട് പഠിക്കുക. അല്ലാതെ ഇനി വെറുതെ സമയമൊന്നുമില്ല സാർ, ഇനി പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്, മറന്നു പോകും. മനുഷ്യന്മാരല്ലേ, എല്ലാവരും മറന്നു പോകും. അല്ല നമ്മൾ ചാറ്റ് GPT AI റോബോട്ടിക്സ് ഒന്നും അല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും മറന്നു പോകും. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് ഉഷാറായിട്ട് പിന്നെയും അടിപൊളിയായിട്ട് പഠിക്കുക. അങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. പിന്നെ ഇനിയും ബോധം വെക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഡോറ് തുറന്നിട്ട് കണ്ണാടിൻ്റെ മുന്നിൽ പോയിട്ട് നിൽക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡോർ അടക്കുക. എന്നിട്ട് സ്വന്തം എന്ത് ചെയ്യുക? സ്വന്തം 2 കുറ്റം പറയുക. എന്താടാ ഈ പഠിക്കാത്തത്, എടാ നന്നാവടാന്ന് പറഞ്ഞിട്ട് സ്വന്തം എന്ത് ചെയ്യുക? ജസ്റ്റ് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ വരും. എന്നിട്ടും ബോധം വെക്കാത്തവർക്ക് ബോധം വെക്കണ്ട. അതാണ് ഇപ്പോൾ അതിൻ്റെ ആൻസർ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉഷാറായിട്ട് പഠിക്കുക. ഇനി ആരും കാത്തേക്കേണ്ട, സൂപ്പറായിട്ട് പഠിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമുക്ക് മെസ്സേജൊക്കെ അയച്ച് ചോദിച്ചാൽ മതി. ഉഷാറായിട്ട് പഠിക്കാം. നമുക്ക് ഒരുമിച്ച് പഠിച്ചിട്ട് ഓണം എക്സാം സൂപ്പറാക്കി മാറ്റണം. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാ ലൈവും കൃത്യമായിട്ട് കാണുക. അതുപോലെ തന്നെ റെക്കോർഡഡ് വീഡിയോസും ഷോർട്സും എല്ലാം ഉണ്ട്. കൃത്യമായിട്ട് നമ്മൾ ഓരോന്നും പക്ക സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് വീക്ഷിക്കുക, അടിപൊളിയാക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇത് നിങ്ങളുടെ സ്വന്തം അറക്കൽ.